മനുഷ്യ ശരീരത്തിലെ അദൃശ്യരായ സഹായികൾ എന്ന് നമുക്ക് ഹോർമോണുകളെ വിശേഷിപ്പിക്കാം. അവർ പല തരക്കാരുണ്ട്. പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ നമുക്ക് പേടി തോന്നും. ഓട്ടമത്സരം തുടങ്ങും മുൻപ് നെഞ്ചിടിപ്പ്, ഇതൊക്കെ തോന്നിപ്പിച്ച് ശരീരത്തെ എന്തിനും റെഡിയാക്കി നിർത്തുന്നത് ഹോർമോണുകളാണ്. ഓരോന്നിനും ഓരോ ഇനം ഹോർമോണുകളാണ് ഉള്ളത്. സ്വിച്ചിട്ടതുപോലെ നമ്മുടെ മൂഡ് മാറുമ്പോൾ ഓർക്കുക, ഉള്ളിലെ ചിലർ നമ്മളെ സഹായിക്കാനുള്ള കഠിന അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ വികാരജീവിയാക്കി നിലനിർത്തുന്നതാണ് ഈ ഹോർമോണുകൾ. അങ്ങനെയുള്ള മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ചില ഹോർമോണുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഒരു മഹാനഗരം പോലെയാണ് നമ്മുടെ ശരീരം. 100,000 ജോലികൾ അവിടെ ഒരേ സമയം നടക്കുന്നുണ്ട്. അതെല്ലാം തടസ്സമില്ലാതെ പോകണമല്ലോ. എല്ലാ ശരീരഭാഗങ്ങളും കൃത്യസമയത്ത് ഉണരുകയും ഉഷാറാവുകയും വേണം. ആവശ്യമുള്ളപ്പോൾ വളരണം, ചെയ്യേണ്ട ജോലികളൊക്കെ കൃത്യമായി ചെയ്യണം, വേണ്ടപ്പോൾ വിശ്രമിക്കണം. ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ നടന്നെങ്കിൽ മാത്രമേ ശരീരമെന്ന മഹാനഗരം നന്നായി മുന്നോട്ട് പോകൂ. പക്ഷേ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിൻ്റെ അകത്തും പുറത്തും മുക്കിലും മൂലയിലുമുള്ള ഓരോ ഭാഗവും എങ്ങനെയാണ് അറിയുന്നത്? അതിനായി പ്രത്യേകം സന്ദേശവാഹകരുണ്ട്. കൃത്യമായി പറഞ്ഞാൽ രാസസന്ദേശവാഹകർ എന്ന് പറയാം. ചിരിയും കളിയും ആശയും നിരാശയും സങ്കടവും പ്രതീക്ഷയും പ്രത്യാശയും എന്ന് തുടങ്ങി എത്രയോ വികാരങ്ങളുടെ കടന്നു പോകാൻ നമ്മെ സഹായിക്കുന്ന ആ സന്ദർശകവാഹകരാണ് ചുരുക്കി പറഞ്ഞാൽ ഹോർമോണുകൾ. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് ഗ്ലൂക്കോസ് സന്തുലനം സാധ്യമാക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളിൽ നിന്ന് ഗ്ലൂക്കോണും ബീറ്റ കോശങ്ങളിൽ നിന്ന് ഇൻസുലിനും ഡെൽറ്റ കോശങ്ങളിൽ നിന്ന് സെമസ്റ്റോസ്റ്റിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിൽ ഇൻസുലിനാണ് പ്രധാന ഹോർമോൺ. രക്തത്തിൽ അമിതമായി ഗ്ലൂക്കോസ് നില ഉയരാതെ നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ ഹോർമോണാണ്. ഇൻസുലിൻ കുറയുകയോ കോശങ്ങൾക്ക് ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നാം പറയുന്ന പ്രമേഹം അഥവാ ഡയബറ്റീസ്. ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നതിലും ഇൻസുലിന് പ്രധാന പങ്കുണ്ട്. അതുപോലെ പ്രോട്ടീൻ നിർമ്മാണത്തെ ഉത്തേജിപ്പിക്കാനും ഇൻസുലിന് കഴിയുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നില താഴാതെ നോക്കുന്നത് ഗ്ലൂക്കോഗോണിൻ്റെ ജോലിയാണ്. സെമസ്റ്റോസ്റ്റാറിൻ ആണ് ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ എന്നിവയുടെ സ്രവണം നിയന്ത്രിക്കുന്നത്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. പുരുഷ ഹോർമോൺ എന്ന് പറയാമെങ്കിലും സ്ത്രീകളിലും നേരിയ അളവിൽ ഇത് കാണപ്പെടുന്നുണ്ട്. ആൺകുട്ടികളിൽ വളർച്ചയോടൊപ്പം ശബ്ദം മാറുക, താടിമീശകളുടെ വളർച്ച, ദൃഢപേശികൾ, എതിർലിംഗ ആകർഷണം തുടങ്ങിയവയ്ക്ക് പ്രധാന കാരണമാണ് ഈ പറഞ്ഞ ഹോർമോൺ. പ്രത്യുൽപാദനത്തിന് ആവശ്യമായ ബീജങ്ങളുടെ ഉൽപ്പാദനത്തിനെ സഹായിക്കുന്നതും ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ്. ത്വക്കിലെ ചുളിവ് കുറയ്ക്കുക, കൊഴുപ്പിൻ്റെ സംഭരണവും വിതരണവും നിയന്ത്രിക്കുക, ആത്മവിശ്വാസം, പൊരുതാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയും ഈ പറഞ്ഞ ഹോർമോൺ നിർവഹിക്കുന്നു. പീയൂഷ ഗ്രന്ഥിയിൽ നിന്നും ഹോർമോണുകൾ ഗൊണോഡിനെ ഉത്തേജിപ്പിച്ചാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. വൃഷണങ്ങളിലെ ലേഡിംഗ് കോശങ്ങൾ ആണ് ഇതിൻ്റെ ഉറവിടം. ഇനി മറ്റുള്ള ഒന്നാണ് ഈസ്ട്രജൻ ഹോർമോൺ. സ്ത്രീകളിൽ അണ്ഡാശയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. സ്ത്രീ ഹോർമോൺ എന്ന് പറയാമെങ്കിലും പുരുഷന്മാരിൽ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അണ്ഡവിസർജന പ്രക്രിയ, കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്കവിധം ഗർഭപാത്രത്തെ ഒരുക്കൽ, ചർമ്മം മൃദുവാക്കൽ, മുടി വളർച്ച, കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിക്കൽ, അസ്ഥികളുടെ സംരക്ഷണം, ആർത്തവ ചക്ര നിയന്ത്രണം, ഉറക്കത്തെ നിയന്ത്രിക്കൽ തുടങ്ങിയവയെല്ലാം ഈസ്ട്രജൻ്റെ കടമകളാണ്. നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഈ ഹോർമോണിനുണ്ട്. ഈസ്ട്രജൻ, ഈസ്ട്രോഡിയോൺ, ഈസ്ട്രഡിയോൾ എന്നിങ്ങനെ 3 തരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോണുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ശക്തിയുള്ളതും E2 എന്നറിയപ്പെടുന്ന ഈസ്ട്രോഡിയോൾ ആണ്. ഇത് പൂർണ്ണമായും അണ്ഡാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
കുട്ടിക്കാലത്ത് കുറവും പ്രായം കൂടുന്തോറും കൂടുതലാവുകയും ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോൺ. ഈസ്ട്രിയോൾ ഗർഭകാലത്താണ് കൂടുതലായി ഉണ്ടാകുന്നത്. കുഞ്ഞിൻ്റെ ആരോഗ്യം, വളർച്ച ഇവ ശരിയായി നടക്കാൻ ഈ ഹോർമോൺ സഹായിക്കുന്നു. ഈസ്ട്രജൻ കുറഞ്ഞാൽ സ്ത്രീകൾക്ക് നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അസ്ഥിക്ഷയം, വിഷാദം, ശരീരത്തിൽ അമിതമായി അനുഭവപ്പെടുന്ന ചൂട് തുടങ്ങിയവ ഈ ഹോർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. ഇനി ഉറക്കത്തിനും വിശപ്പിനും പ്രത്യേക ഹോർമോണുകളുണ്ട്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. ശരീരഘടികാരത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണിത്. അതായത് ശരീരത്തിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയാം. രാത്രിയിൽ ഈ ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കും. നമ്മെ വേഗം ഉറങ്ങാൻ സഹായിക്കുന്നത് മെലറ്റോണിനാണ്. ശരീരത്തിൻ്റെ ക്ഷീണവും സമ്മർദ്ദവും കുറയ്ക്കാനും മെലറ്റോണിൻ സഹായിക്കുന്നുണ്ട്. വാർദ്ധക്യത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും മെലറ്റോണിനുണ്ട്. ഹോർമോണായും ആൻറ്റി ഓക്സിഡൻ്റായും മെലറ്റോണിൻ പ്രവർത്തിക്കുന്നു. വെളിച്ചം ഈ ഹോർമോൺ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഗ്രേലിനും ലെപ്റ്റിനും. ഭക്ഷണം വേണം എന്ന സന്ദേശം നൽകുന്നത് ഗ്രേലിനും, ഭക്ഷണം മതിയാക്കൂ എന്ന സ്റ്റോപ്പ് സിഗ്നൽ നൽകുന്നത് ലെപ്റ്റിനുമാണ്. വിശപ്പിൻ്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഗ്രേലിൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയമാണ്. ഹൈപ്പോതലമസിലുള്ള ഹങ്കർ സെൻ്ററാണ് ഇത് നിയന്ത്രിക്കുന്നത്. വിശപ്പ് കൂടുമ്പോൾ ഗ്രലിൻ്റെ അളവ് ഉയരും. തൃപ്തിയുടെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ലെപ്റ്റിൻ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് കൊഴുപ്പ് കോശങ്ങളാണ്. ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുന്നതിൽ ഈ ഹോർമോണുകൾക്ക് വലിയ പങ്കാണുള്ളത്. ഇനി വികാരങ്ങളുടെ ഹോർമോണുകളെക്കുറിച്ച് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ വികാരങ്ങളും ഹോർമോണുകളും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. സന്തോഷം, ശാന്തത, ദേഷ്യം, ഭയം, സ്നേഹം, വിഷാദം, പ്രണയം തുടങ്ങിയ വിവിധ വികാരങ്ങളും മാനസിക അവസ്ഥകളുമൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഹോർമോണുകളാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. സെറോട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നിവയാണ് ഈ പറഞ്ഞവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണുകൾ. അതായത് വികാര ഹോർമോണുകൾ എന്ന് പറയാം. വികാര നിയന്ത്രണ ഹോർമോണെന്നും ഇതിനെ പറയാറുണ്ട്. സെറോട്ടോണിൻ കൂടുമ്പോൾ സന്തോഷം, സംതൃപ്തി, സമാധാനം എന്നിവ വർദ്ധിക്കും. ഇത് കുറയുമ്പോൾ വിഷാദം അഥവാ ഡിപ്രഷന് സാധ്യത കൂടും. എന്തോ നേടി എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഒരിക്കൽ ലഭിച്ച സന്തോഷം വീണ്ടും ലഭിക്കാൻ താല്പര്യമുണ്ടാക്കുന്ന ഈ ഹോർമോണിനെ അഡിക്ഷൻ ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. ഉണർവ്, ജാഗ്രത, പ്രസാദാത്മകത എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് നോർഎപ്പിനെഫ്രിൻ. ആളുകൾ തമ്മിലുള്ള ആകർഷണവും അടുപ്പവുമൊക്കെ കൂട്ടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഹോർമോണുമുണ്ട്. ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദനത്തെയും ശരീരത്തിൻ്റെ ആന്തരിക സന്തുലനത്തെയും നിയന്ത്രിക്കാൻ പരിസ്ഥിതി ഘടകങ്ങൾക്ക് കഴിയും. പ്രകാശം, താപനില, രാസവസ്തുക്കൾ, ശബ്ദം, പ്ലാസ്റ്റിക് തുടങ്ങിയവയൊക്കെ ഉദാഹരണമാണ്. ഇതുകൂടാതെ മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പുകയില, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം, വ്യായാമരഹിതമായ ജീവിതം തുടങ്ങിയവയും ഹോർമോൺ സന്തുലനത്തെ സ്വാധീനിക്കും. ശരീര താപനില വർദ്ധിക്കുന്നത് തൈറോയ്ഡ് ഹോർമോണുകൾക്ക് മാറ്റമുണ്ടാക്കും. പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവ ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ എന്നിവയുടെ സന്തുലനം നഷ്ടപ്പെടുത്തും. ഉച്ചത്തിലുള്ള ശബ്ദം ഏറെ നേരം കേൾക്കുന്നത് സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് ഉയരാൻ കാരണമാകും. ആരോഗ്യകരമായ ഭക്ഷണവും ശരിയായ വ്യായാമവും സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളുടെ അളവ് കൂട്ടും. സന്തോഷ ഹോർമോണുകളാണ് ഇവ എന്നും പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുകയോ കുറയുകയോ ചെയ്യാമെന്നുള്ളതാണ്. മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലുമുണ്ട് ഹോർമോണുകൾ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന തവളയുടെ കാര്യം തന്നെ എടുക്കാം. മനുഷ്യരിൽ ഉള്ളതുപോലെ തൈറോക്സിൻ, പ്രൊലാക്റ്റിൻ, മെലാറ്റോണിൻ, കോർട്ടിസോസ്റ്റെറോയിഡ് എന്നിവ ഹോർമോണുകൾ തവളയിലുണ്ട്. തവളക്കുഞ്ഞ് രൂപാന്തരം പ്രാപിച്ച് പൂർണ്ണ വളർച്ച എത്തുന്നത് തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ്. തവളയുടെ ലാർവയായ വാൽമാക്രിക്ക് ജലത്തിൽ വളരാൻ കഴിയുന്നതിന് സഹായകരമായ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. വളർച്ചയുടെ ഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ അളവനുസരിച്ച് മെലറ്റോണിൻ ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. കോർട്ടിസോസ്റ്റെറോൺ എന്ന ഹോർമോൺ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ തവളയെ സഹായിക്കുന്നു. പാമ്പുകൾ പടം പൊഴിക്കാറില്ലേ? അതിന് അവരെ സഹായിക്കുന്നത് ഒരു ഹോർമോണാണ് തൈറോക്സിൻ. ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, മെലറ്റോണിൻ എന്നീ ഹോർമോണുകളും പാമ്പിൻ്റെ ശരീരത്തിലുണ്ട്. ആപത്തുകളെ നേരിടാനും പ്രതികരിക്കാനും ഇവയെയും
സഹായിക്കുന്നത് കോർട്ടിസോളോൺ എന്ന ഹോർമോണാണ്. പക്ഷികളുടെ ശരീരത്തിലും ഹോർമോണുണ്ട്. മുട്ടയിടാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അവയെ സഹായിക്കുന്നത് പ്രോക്ട്രിയൻ എന്ന ഹോർമോണാണ്. ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ എന്നീ ഹോർമോണുകൾ പക്ഷികളിലും ഉണ്ട്. എലി ഉൾപ്പെടെയുള്ള ചെറു സസ്തനികളിലും ഇൻസുലിൻ തന്നെയാണ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നത്. ഗ്രോത്ത് ഹോർമോണും ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ എന്നീ ഹോർമോണുകളും ഇവയ്ക്കുമുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ഹോർമോണുകളുടെ അഭാവം മൃഗങ്ങളിലും ശാരീരികമായ അസ്വസ്ഥതകളും ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണവുമാവും. കായിക താരങ്ങളുടെ ശാരീരിക ക്ഷമത, പേശീബലം, വേഗം, ചലനക്ഷമത, ആത്മവിശ്വാസം, പോരാട്ട മനോഭാവം തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഹോർമോണുകൾ കായിക രംഗത്തും താരങ്ങളാണ്. അത്തരം ചില ഹോർമോണുകളെ പറയാം. ടെസ്റ്റോസ്റ്ററോൺ പേശികളുടെ വലിപ്പം, ശക്തി എന്നിവ കൂട്ടാനും ഏകാഗ്രതയോടെ മത്സരത്തിൽ പങ്കെടുക്കാനും കായിക താരത്തെ സജ്ജമാക്കുന്നു. പോരാട്ട വീര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ശരീരത്തിന് അധിക ഊർജം നൽകാനും ഇതിന് കഴിവുണ്ട്. ബോഡി ബിൽഡിംഗ്, ഓട്ടം, ഫുട്ബോൾ, ഗുസ്തി തുടങ്ങിയ ഒരുപാട് ഊർജം ആവശ്യമുള്ള കായിക ഇനങ്ങളിൽ മനുഷ്യന് പ്രയോജനകരമാണ് ഈ ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ പേശികളുടെയും അസ്ഥികളുടെയും വളർച്ചയ്ക്കും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ചതവുകൾ വേഗത്തിൽ ഭേദമാക്കാനും സഹായിക്കും. പവർ ലിഫ്റ്റിംഗ് തുടങ്ങിയ ഇനങ്ങൾക്ക് സഹായകരമാണ് ഇത്. പോരാട്ട വീര്യം കൂട്ടാൻ സഹായിക്കുന്ന മറ്റൊരു ഹോർമോണാണ് അഡ്രിനാലിൻ. ബോക്സിംഗ് പോലുള്ള മത്സരങ്ങളിൽ ഇത് ഏറെ പ്രയോജനകരമാണ്. ശരീരത്തെ നിയന്ത്രിക്കുന്ന സന്ദേശവാഹകരായ ഹോർമോണുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.